ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാർ, അത് ഫ്രോങ്സിന്റെ ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ്. ഇതിന്റെ മാനുവൽ വേരിയന്റിന് 9.5 ലക്ഷം രൂപ ബഡ്ജറ്റിലും ഓട്ടോമാറ്റിക് വേരിയന്റ് 10 ലക്ഷം രൂപ ബഡ്ജറ്റിലും നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഫ്രോങ്സിലെ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയന്റും ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ്. ഫ്രോങ്സിലെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റിനാണ്. ഇപ്പോൾ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്ത് മോഡിഫൈ ചെയ്യുന്ന ഒരു വാഹനവും നമ്മളുടെ ഫ്രോങ്സിന്റെ ഈ ഡെൽറ്റ പ്ലസ് ആണ്. ഇപ്പോൾ ഫ്രോങ്സ് എവിടെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം മോഡിഫിക്കേഷൻസ് ഉള്ള ഒരു വാഹനമായിട്ടാണ് കാണാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ ഓണത്തിന് നിങ്ങളൊരു ഫ്രോങ്സ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കാരണം വാഹനത്തിന് അത്യാവശ്യം ബുക്കിംഗ് ഡിലേ ഉണ്ട്. ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓണമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഓണത്തിന് ഇപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്താലും നിങ്ങൾ വാഹനം ഇറക്കുമ്പോൾ ഓഗസ്റ്റ് മന്ത് ആകും. ഓഗസ്റ്റ് അവസാനത്തോടുകൂടിയാണ് നമുക്ക് ഓണം വരുന്നത്. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തിന് എന്ത് ഓഫർ വന്നാലും നിങ്ങൾക്ക് ആ ഓഫർ എലിജിബിൾ ആവുകയും ചെയ്യും. ഇപ്പോൾ ഈ മാസം കറന്റ് നമുക്ക് ഫ്രോങ്സിന്റെ ആപ്പാട് 10,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് മാത്രമേ വരുന്നുള്ളൂ. ടർബോ വേരിയന്റുകൾക്ക് 10,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അതായത് ഓണത്തിന് നിങ്ങൾ ഫ്രോങ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇത് 26 മോഡൽ ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് മാനുവൽ വേരിയന്റ് ആണ്. ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇപ്പോൾ ഫ്രോങ്സിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, അത് നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെയുള്ള പ്രൈസും ചെക്ക് ചെയ്ത് വെക്കാം. ഫ്രോങ്സിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റും ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള കളറും ഈ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് കളറിനാണ്. ഇപ്പോൾ ഇതിന്റെ ഓട്ടോമാറ്റിക്കലി മാനുവൽ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുക. 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനമാണ് ഫ്രോങ്സിന്റെ ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റ്. സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കാർ എന്ന് പറയാം. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വൺ ഓഫ് ദ കാറ് ഫ്രോങ്സ് ആണ്. അതും 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വാഹനവും ഫ്രോങ്സിന്റെ ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ്. ലോഞ്ച് ചെയ്തതിന് ശേഷം പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഈ വാഹനത്തിന് വന്നിട്ടില്ല. അത്യാവശ്യം ഒരു SUV ലുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. ലോങ്ങിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രാൻഡ് വിറ്റാറയുടെയൊക്കെ ഒരു ലുക്കാണ് ഈ വാഹനത്തിന് ലഭിക്കുന്നത്. ഇപ്പോൾ റോഡിൽ ഓടി വരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഗ്രാൻഡ് വിറ്റാറയുടെ ലുക്ക് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. അതിൽ പ്രധാന കാരണം ഈ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന 3 ജുവൽ ടൈപ്പ് ആയിട്ടുള്ള DRL ആണ്. അത് തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാം. താഴേക്ക് വന്ന 3 സ്ലോട്ട് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റുകൾ കാണാം. ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഫോഗ് ലൈറ്റ് ഇപ്പോൾ ആക്സസറി ആയിട്ടൊക്കെ ഷോറൂമിൽ നിന്ന് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഏകദേശം 7,000 രൂപയുടെ അടുത്താണ് അതിന് കോസ്റ്റ് വരിക. ഫ്രണ്ടിൽ സിൽവർ ഫിനിഷ്ഡ് സ്കിഡ് പ്ലേറ്റ് കാണാം. നമുക്ക് 190 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ക്രോം ബാർ കാണാം. ഇപ്പോൾ ഫ്രോങ്സിന്റെ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് വേരിയന്റ് നമ്മളുടെ ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ്. ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റ് തൊട്ടാണ് നമുക്ക് ടർബോയും സ്റ്റാർട്ട് ചെയ്യുന്നത്. ടർബോയിൽ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ സീറ്റ വേരിയന്റ് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. വശങ്ങളിലേക്ക് വന്നാലും നമുക്ക് ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് അല്ലെങ്കിൽ സീറ്റ വേരിയന്റ് ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ്. കാരണം നമുക്ക് ആ ഒരു അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 16 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 195 60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഈ ഒരു ഡെൽറ്റ പ്ലസിലും സീറ്റ വേരിയന്റിലും ഈ ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള അലോയ്സ് ആണ് വരുന്നത്. വശങ്ങളിലെ ക്ലാഡിങ് പോകുന്നത് കാണാം. ഈ വാഹനം ബ്ലാക്ക് ആയതുകൊണ്ടാണ് അത് എടുത്ത് കാണിക്കാത്തത്. മിറേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. ഫ്രോങ്സിന് ഒരു അപ്ഡേറ്റ് വരും എന്ന് കേൾക്കുന്നുണ്ട്. അപ്ഡേറ്റ് വന്നാൽ ചിലപ്പോൾ ഡെൽറ്റ പ്ലസ് വേരിയന്റിൽ ആ ഒരു കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. റൂഫ് റെയിൽസ് വരുന്നുണ്ട്. അത് ബേസ് വേരിയന്റോട്ട് കാണാം. ബാക്കിൽ ഷാർപ്പിന് ആന്റിന കൊടുത്തിരിക്കുന്നു. നമ്മളുടെ B പില്ലറും C പില്ലറും എല്ലാം നമുക്ക് ബോഡി കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൈപ്പർ വരുന്നില്ല എന്നുള്ളതാണ്. ബാക്കി എല്ലാ ലുക്കും ടോപ്പ് എൻഡിന് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. സീറ്റ അല്ലെങ്കിൽ ആൽഫ വേരിയന്റുമായിട്ടുള്ള മിസ്സിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ആൻഡ് ബാക്ക് വൈപ്പർ ആണ്. മറ്റെല്ലാ സംഭവങ്ങളും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് വരുന്നുണ്ട്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, D4 ഉള്ള ഗ്ലാസുകൾ, LED ടെയിൽ ലൈറ്റ് ആണ് വരുന്നത്. ഇത് റിവേഴ്സ് ലൈറ്റ്, ഇത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഫുൾ LED ആണ്. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബാക്കിൽ നമുക്ക് ആ ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, 60/40 സ്പ്ലിറ്റ് സീറ്റ് ആണ് വരുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകൾ കാണാം. ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല.
സ്പെയർ വീല് സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. 195 60R16 വീൽ സൈസ് കാണാം. ആ ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ബേസ് വേരിയന്റിൽ വരുന്ന വീലുകൾ സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നു. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിപ്പമുള്ള വലിയ ബൂട്ടുകളാണ്. 60-40 സ്പ്ലിറ്റ് സീറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സീറ്റ് സ്പ്ലിറ്റ് ചെയ്ത് അത്യാവശ്യം ലഗേജ് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് എക്സ്റ്റീരിയർ എന്നുള്ളൊരു ലുക്ക്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മിസ്സിംഗ് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ബാക്കിലെ വൈപ്പർ, 2 റിവേഴ്സ് ക്യാമറ, 3 റിക്വസ്റ്റ് സെൻസർ, കീലെസ് എൻട്രി പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ പ്രധാന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോയുടെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മുടെ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്. സ്പീക്കർ ഗ്രില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു സെയിം കളർ ടോൺ തന്നെയാണ് നമ്മുടെ ഇന്റീരിയറിലും വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കൊന്ന് പുറത്തുനിന്ന് ചെയ്യാനായിട്ട് ഏകദേശം 14,000 രൂപയുടെ അടുത്തതിന് കോസ്റ്റ് വരുന്നുണ്ട്. നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. നമ്മളുടെ ഓട്ടോ ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ. ഇതാണ് കീ വരുന്നത്. ഇതും വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് പറയാം. ഈ 2026-ലും ഈ ഒരു കീ ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടി മാത്രമുള്ള കീ ആണ് ഈ 10 ലക്ഷം രൂപ കോസ്റ്റ് വരുന്ന ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നാൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ എന്ന് പറയാം. ഇൻറ്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ ബലേനൊക്കെ ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈ ഒരു കളർ ടോണിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നുള്ളൂ. ഇപ്പോൾ ഇതിനകത്തൊരു സിൽവർ, ഒരു ഡാർക്ക് ഗോൾഡൻ അല്ലെങ്കിൽ ബ്രൗൺ എന്ന് പറയാം, താഴെ ഒരു ബ്രൗൺ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീല് മാരുതി ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന സെയിം ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. ലെതർ റാപ്ഡ് ഒന്നുള്ള നോർമൽ സ്റ്റിയറിംഗ് വീല്. ഇടതുവശത്ത് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും താഴെ ഫോണിൻ്റെ കൺട്രോൾസും കാണാനായിട്ട് പറ്റും. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ കണ്ടു മറന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. സ്പീഡോമീറ്റർ, RPM അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അത് കൺട്രോൾ ചെയ്യാനുള്ള നീഡിൽ ഇപ്പോഴും അതിൽ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് നമുക്ക് ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 7 ഇഞ്ചിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അത്യാവശ്യം വേണ്ട വെഹിക്കിൾ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഇതിനകത്ത് കിട്ടും. ഇതിൽ 4 സ്പീക്കറിൻ്റെ ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ട്യൂട്ടർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. റിവേഴ്സ് ക്യാമറ വരുന്നില്ല. നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് മാത്രമാണ് അതിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാൻ പറ്റുക. ക്യാമറ നമുക്ക് ഷോറൂമിൽ നിന്ന് 4,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ സെയിം സ്ക്രീനിലേക്ക് തന്നെ ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീൻ, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC-യുടെ കൺട്രോൾസ് കാണാനായിട്ട് പറ്റും. അതിന് താഴെ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹസാർഡ് ലൈറ്റ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. അത് ബേസ് വേരിയൻറ്റോട്ടേ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കാണാം. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാനായിട്ട് പറ്റും. മാനുവൽ ഗിയർ ലിവറാണ്. ഈ ഒരു വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് എടുക്കണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതാണ് ബെസ്റ്റ്. നമുക്ക് ഹാൻഡ് ബ്രേക്ക് കാണാം. സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നല്ല കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള വലിയ സീറ്റുകളാണ്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോട്ടർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിററാണ്. നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ വരുന്നുണ്ട്. നമുക്ക് മാനുവൽ ലിമിങ്ങുള്ള IRVMs ആണ് വരുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രോങ്സ് ഡെൽറ്റ പ്ലസിൻ്റെ ഇൻറ്റീരിയർ. നിങ്ങൾ കണ്ട ഇൻറ്റീരിയർ ആണ്. 2-3 കൊല്ലമായിട്ട് സെയിം വാഹനം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ മാറുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് 3 പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം. ഇപ്പോൾ ബാക്കിലേക്ക് നമുക്ക് ആകെ വരുന്നത് 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് മാത്രമാണ്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. കാലെല്ലാം അകത്തേറ്റ് സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 4 to 5 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. പാർസൽ ട്രേ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് 2 വശത്തും വരുന്നത്. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും വരുന്നുണ്ട്. സെൻറ്റർ മൗണ്ടഡായിട്ട് നമുക്കൊരു റീഡിംഗ് ലൈറ്റ് വരുന്നു. അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രോങ്സിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഭാരത് എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. ഈ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ മഡാസ് ഒന്നും ഫ്രോങ്സിൽ എന്താണെങ്കിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ടർബോയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക് അഡീഷണലി വരുന്നുണ്ട്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമ്മുടെ ട്രൈഡ് ആൻഡ് ടെസ്റ്റായിട്ടുള്ള 1.2 ലിറ്റർ 4 സിലിണ്ടർ NA പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രോങ്സിന് ഒരു അപ്ഡേറ്റ് വന്നാൽ ചിലപ്പോൾ
വരുമ്പോൾ ഈ എഞ്ചിനും മാറും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ മാറുന്നതിന് മുമ്പ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വാങ്ങേണ്ട ഒരു വാഹനം ഈ ഒരു 1.2 പെട്രോൾ എഞ്ചിൻ വെച്ച് വരുന്ന ഫ്രോങ്സ് തന്നെയായിരിക്കണം. ഇതിന് 88 HP പവറും 114 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു എഞ്ചിൻ തന്നെയാണിത്. കമ്പനി 24 മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. ഒരു 16-നും 18-നും ഇടയ്ക്കൊക്കെ ആവറേജ് മൈലേജ് ലഭിക്കും. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ, പ്രൈസിൽ നമുക്ക് ഈ ഒരു മാസം തൊട്ട് ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അടുത്ത മാസം ഓണത്തിനും ഒക്കെ ഈ ഒരു സെയിം പ്രൈസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓണത്തിന് വാഹനം എടുക്കാൻ പ്ലാനുള്ളവർ, നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു സമയത്ത് തന്നെ വാഹനം ബുക്ക് ചെയ്ത് വയ്ക്കുക. ഫ്രോങ്സിനൊക്കെ അത്യാവശ്യം ബുക്കിംഗ് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണത്തിനോടനുബന്ധിച്ച് വാഹനം ഇറക്കാനായിട്ട് പറ്റും. നിങ്ങൾ പല സ്പെഷ്യൽ കളറൊക്കെയാണ് നോക്കുന്നത് എങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാനായിട്ട് നോക്കിക്കോളൂ. മിനിമം 3000 രൂപയൊക്കെ കൊടുത്ത് ബുക്ക് ചെയ്താൽ മതി. വണ്ടി കയറി എന്നറിയുമ്പോൾ ബാലൻസ് പേയ്മെൻറ്റും ബുക്ക് കൊടുത്ത് ഒരു 30,000 ആക്കി വെച്ചാൽ മതി. പിന്നെ വണ്ടി വന്നതിന് ശേഷം ബാലൻസ് പേയ്മെൻറ്റ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്താൽ മതിയാകും. പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുള്ളായി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പരിഗണിക്കുക. റെഗുലർ വ്യൂവേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം കൂടിയും പരിഗണിക്കുക. പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ജൂലൈ മാസവും ഓഗസ്റ്റ് മാസവും ഓൾമോസ്റ്റ് സിമിലർ ഓഫറായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് ഷോറൂമിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഓണത്തിന് ചിലപ്പോൾ അഡീഷണലി വല്ല സ്ക്രാച്ച് കാർഡും മറ്റ് സംഭവങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരിക. നിങ്ങളിപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ വാഹനം ലഭിക്കുന്നത് ഓഗസ്റ്റോട് കൂടിയായിരിക്കും. അപ്പോൾ ആ സമയത്ത് എന്താണോ ഓഫർ, ആ ഒരു ഓഫറിൽ നിങ്ങൾക്ക് വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ പറയുന്നത് ഈ മാസത്തെ ഓഫറിന് ശേഷമുള്ള പ്രൈസാണ്. നമുക്ക് ആകെ വരുന്ന ഓഫർ എന്ന് പറയുന്നത് ഒരു 10K എക്സ്ചേഞ്ച് ബോണസ് മാത്രമാണ് ശരിക്കും ഫ്രോങ്സിന് വരുന്നത്. ടർബോ മോഡലുകൾക്ക് നമുക്ക് 10,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അടുത്ത മാസം ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് വന്നേക്കാം. അപ്പോൾ അത് നിങ്ങൾ അടുത്ത മാസമാണ് വാഹനം ഇറക്കുന്നതെങ്കിൽ ആ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കും. ബേസ് സിഗ്മ വേരിയൻറ്റ് 8,50,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഡെൽറ്റ വേരിയൻ്റ് ആണ് എങ്കിൽ 9,50,000 രൂപ. അപ്പോൾ ബേസ് വേരിയൻറ്റ് സെക്കൻഡ് വേരിയൻറ്റ് തമ്മിൽ ഏകദേശം 1,00,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് വരുന്നത്. ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് CNG അവൈലബിൾ ആണ്. സിഗ്മയിൽ 9,20,000 രൂപ ബേസ് CNG വേരിയൻറ്റിനും ഡെൽറ്റ CNG വേരിയൻറ്റിന് 10,15,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ ഡെൽറ്റ വേരിയൻറ്റിൽ തന്നെയാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെൽറ്റ ഓട്ടോമാറ്റിക്കിന് 9,60,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി ഡെൽറ്റ പ്ലസ്, നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡെൽറ്റ പ്ലസ് മാനുവൽ വേരിയൻറ്റിന് 9,60,000 രൂപയും ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിന് 10,05,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഡെൽറ്റ ഓട്ടോമാറ്റിക്കിനേക്കാളും 45,000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഈ ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് കിട്ടും. ഡെൽറ്റേനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള വാഹനമാണ്. കാരണം നമുക്ക് ഒരു അലോയ് വീൽസ് കിട്ടും, ഒരു LED ഹെഡ്ലൈറ്റ് ലഭിക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലറാണ്. എക്സ്റ്റീരിയറിലെ ടോപ്പ് എൻഡിൻ്റെ ലുക്ക് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഒരു അലോയ്സ് അഡീഷണലി പർച്ചേസ് ചെയ്യണമെങ്കിൽ തന്നെ 40,000 രൂപയുടെ അടുത്ത് വരും. അപ്പോൾ ആ 40,000 രൂപ കൂടുതൽ കൊടുത്ത് ഈ വേരിയൻ്റ് എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ലാഭം. ഇനി ഈ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൽ തന്നെയാണ് നമുക്ക് ടർബോ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10,25,000 രൂപയ്ക്ക് ഡെൽറ്റ പ്ലസ് ടർബോ മാനുവൽ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നത് 1.2 അത് AGS ആണ്. 10,05,000 രൂപ. ടർബോയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവൽ മാത്രമേ ഉള്ളൂ 10,25,000 രൂപ. ഇനി ടർബോ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ സീറ്റ വേരിയൻ്റ് ഓൺവേർഡ്സ് ആണ്. സീറ്റ മാനുവൽ ആണെങ്കിൽ 11,20,000 രൂപ. സീറ്റ ഓട്ടോമാറ്റിക് അത് 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ്. ആ വാഹനം നമുക്ക് 12,99,000 രൂപ, അതായത് 13 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇനി ടോപ്പ് ആൻഡ് ആൽഫയിലേക്ക് പോകുകയാണെങ്കിൽ ആൽഫ മാനുവലിന് 12.5 ലക്ഷം രൂപയും ആൽഫ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 14 ലക്ഷം രൂപ, 13,99,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫ്രോങ്സിൻ്റെ പ്രൈസിൽ ഇപ്പോൾ നമ്മൾ ആ GST ബെനിഫിറ്റൊക്കെ വന്നതിന് ശേഷം വലിയ കൂടുതലൊന്നും കൂടിയിട്ടില്ല. ഇപ്പോൾ ഈ മാസം മാരുതിയും പ്രൈസ് കൂട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഫ്രോങ്സിൻ്റെ വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ഒരു 3,000 തൊട്ട് 5,000 രൂപയുടെ പ്രൈസിൻ്റെ ഡിഫറൻസ് മാത്രമാണ് ഫ്രോങ്സിൽ വന്നിട്ടുള്ളൂ. ഇനി ചെറിയൊരു ഫേസ് ലിഫ്റ്റ് സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു പ്രൈസ് ഹൈക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രോങ്സ് ബുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ വീഡിയോയുടെ എൻഡിലും ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഇൻഡസ് മോട്ടോഴ്സിൻ്റെ നമ്പറാണ്. കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ ബുക്ക് ചെയ്യാനും ഡെലിവറി കാര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്ത് തരും. പിന്നെ നമുക്ക് 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാക്കിന് 1,650 രൂപ വെച്ച് അടവ് വരുന്നുള്ളൂ. 1 ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈസിലി നിങ്ങൾക്ക് ഓണത്തിന് ഫ്രോങ്സ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.